ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. റെഡ് കാർപ്പറ്റ്. Stay tuned for your favorite celebrity. Hi, hello, നമസ്കാരം and welcome to Red Carpet with RJ ഏലിക്കുട്ടി. ഇന്നത്തെ റെഡ് കാർപ്പറ്റില് നമ്മളുടെ കൂടെയുള്ളത് ഒരു കുട്ടി താരമാണ്, ഒരു കുട്ടി പാട്ടുകാരിയാണ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നിവേദ്യ കുട്ടിയാണ്. ടോപ്പ് സിംഗർ വേദിയിലൂടെ ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടി നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു കുട്ടി താരമാണ്. ആൻഡ് ഓൾസോ സോഷ്യൽ മീഡിയാസിലൂടെയും ഒക്കെ ഒരുപാട് പാട്ടുകൾ പാടി നമ്മളെ രസിപ്പിക്കാറുള്ള ഒരു കുഞ്ഞു വാവയുമാണ്. അപ്പൊ എന്തായാലും നിവേദ്യ കുട്ടിയെ നമുക്ക് നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് വെൽക്കം ചെയ്യാം. നിവേദ്യ, വെൽക്കം ടു ദി ഷോ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, എന്തൊക്കെയാണ് ടോപ്പ് സിംഗർ വേദിയിലെ വിശേഷങ്ങൾ? ഞാനിപ്പോ ഞങ്ങളുടെ സീസൺ കഴിഞ്ഞു, ഞാൻ 4th സീസൺ ആയിരുന്നു. ഇപ്പൊ 5th സീസൺ കഴിയാറായി. 5th സീസണിന്റെ ഫൈനലൊക്കെ ആവാറായിട്ടുണ്ട്. ഇപ്പൊ സീരിയസ് ആയിട്ട് 5th സീസണിൽ പോകുന്നുണ്ട്. ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ നിങ്ങൾ അവിടെ ഉണ്ട് എപ്പോഴും, അല്ലെ? ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ അടുത്തിടെ തഗ് ലൈഫിലെ ചിന്മയ മാം പാടിയ പാട്ട് ഭയങ്കര വൈറലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ നിവേദ്യ കുട്ടിയും പാടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ആ ഒരു പാട്ടിന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ നിവേദ്യ? മഞ്ജു ചേച്ചി കമന്റ് ചെയ്തതിന് ഒരു റിയാക്ഷൻ വീഡിയോ അമ്മ ഇട്ടത് നമ്മളെല്ലാവരും കണ്ടു. അത് ഭയങ്കര വൈറൽ ആവുകയും ആ റിയാക്ഷൻ ഭയങ്കര പ്രൈസ്ലെസ് ആയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കേട്ടോണ്ട് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. ജാനോ ദം ആരോ ദം ദം ഇങ്ങ് ഉണ്ടൻ കയസകം പൊല്ലായിരവോ സുഹാവുരവോ എല്ലാവരും വേണ്ടി മുസിരും കണ്ണാള ഇന്നാള പിന്നാള ഇന്നും വരും എന്തൻ കഥയെ ഈ എന്തൻ കഥ, ഇന്നും വരും എന്തൻ കഥയെ ഈ എന്തൻ കഥയെ. മഞ്ജു ചേച്ചിയും ഷഹബാസ് സാറൊക്കെ ആ ഒരു പാട്ടിന് കമന്റ് ചെയ്തപ്പോൾ എന്താണ് നിവേദ്യ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ഫീല്? അത് ഞാൻ സ്കൂള് കഴിഞ്ഞ് വന്നപ്പോ അമ്മ ഇങ്ങനെ കാണുന്നത് മഞ്ജു ആന്റിയുടെ കമന്റ്. അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ മഞ്ജു ആന്റിയെ കമന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ ഷഹബാസ് സാറിന്റെ കമന്റ് കണ്ടു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഷഹബാസ് സാറിന്റെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ ഇട്ടു. ഓ, അടിപൊളി. അപ്പൊ ഇനി എന്ത് വേണം, അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു പാട്ടിലേക്ക് എത്തിയിട്ടുള്ളത് നിവേദ്യ കുട്ടി? ഫാമിലിയിലുള്ള എല്ലാരും ഒക്കെ പാട്ട് പാടുന്ന ആളുകളാണോ? അമ്മയും ചേട്ടനും അപ്പൂപ്പനും കുഞ്ഞമ്മ എല്ലാരും പാടും. അപ്പൊ അങ്ങനെയാണ് പാട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ആരാണ് ഗുരുനാഥനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്? എനിക്ക് ബിജു മാങ്കോട് എന്ന് പറയുന്ന സാറായിരുന്നു എന്നെ ആദ്യം പാട്ട് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പൊ അടൂർ പി സുദർശൻ സാറിന്റെ അടുത്താണ് ഇപ്പൊ പാട്ട് പഠിക്കുന്നത്. പിന്നെ ഞാൻ എം ജി സാറിന്റെ അടുത്ത് പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓ, അടിപൊളി. അപ്പൊ ആദ്യമായിട്ട് നിവേദ്യ കുട്ടി പാടിയിട്ടുള്ള ഒരു പാട്ട് ഏതാന്ന് ഓർമ്മയുണ്ടോ? സ്കൂളിലോ എന്തെങ്കിലും പരിപാടിയിലൊക്കെ? അത് എനിക്ക് ഒരു ഹിന്ദി സോങ് ആണ്. എനിക്കത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. കൊച്ചായിരുന്നു പാടിയൊരു പാട്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ടോപ്പ് സിംഗറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? അത് ടോപ്പ് സിംഗർ നേരത്തെ പഴയ സീസണൊക്കെ കാണുമ്പോ അതില് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ 2nd സീസണിൽ തൊട്ട് ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം 4th സീസൺ പോയി ഒരു എന്തോ സെലക്ട് ആയിരിക്കാതെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ ഫൈനൽ ഓഡീഷന് എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ ജഡ്ജസിന്റെ മുന്നിലേക്ക് ഓഡീഷൻ ആണെങ്കിൽ പാടാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. പക്ഷെ ആ ജഡ്ജസിന്റെ മുന്നിൽ എം ജി സാറിന്റെ ഒക്കെ മുന്നിൽ പാടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് കഴിഞ്ഞ് സെലക്ട് ആയെന്ന് വിളിച്ച് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി അല്ലെ? ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് സെലക്ട് ആയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിവേദ്യനെ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാരാണ്? അത് അമ്മയാണ് എല്ലാ കാര്യത്തിനും എന്റെ കൂടെ ഉണ്ടായിരുന്നത്. എന്റെ ഫാമിലിയിൽ എല്ലാവരും പാട്ടിനോട് ഭയങ്കര സപ്പോർട്ട് ചെയ്യും. ഫുള്ളൊരു സംഗീത കുടുംബമാണ്. അപ്പൊ നിങ്ങൾ ഈവനിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭയങ്കര ലെഷർ ആയിട്ടുള്ള ടൈമിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ എല്ലാരും കൂടി ഇരുന്ന് പാട്ടൊക്കെ പാടാറുണ്ടോ? ഉണ്ട്. ഞങ്ങളിങ്ങനെ ചിലപ്പോ അപ്പൂപ്പൻ ഇങ്ങനെ പറയും രാത്രി പാടാനൊക്കെ ഇങ്ങനെ വാന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാരും ഇരുന്ന് പാടും. അങ്ങനെ എപ്പോഴും നിങ്ങൾ ഫാമിലി കൂടി ഇരിക്കുമ്പോൾ പാടുന്ന ഒരു പാട്ട് ഏതായിരിക്കും? ആദ്യം പാടുന്ന പാട്ട് ഏതായിരിക്കും? എപ്പോഴും
അങ്ങനെ ഒരേ പാട്ടായിട്ടല്ല, നമ്മള് ഇഷ്ടമുള്ളൊരു പാട്ട് അങ്ങ് പാടും. എന്നാ ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് പാടുമോ എല്ലാരും കൂടി ഇരുന്ന് പാടാറുള്ള? ഒരു ക്ലാസിക്കൽ സോങ്സ് ഒക്കെ പാടുന്നത്. ഓക്കെ. സ്വാഗതം കൃഷ്ണ, സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ, ഇഹ സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ, മധുരാപുരി സജന മൃദുവദന മധുസൂദന, ഇഹ സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ, ഇഹ സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. വൗ, അടിപൊളി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര തുറന്ന ഒരു വോയിസ് ആണ് നിവേദ്യ കുട്ടിയുടെ. അപ്പോ ടോപ്പ് സിംഗർ വേദിയിൽ ഇങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ പാടിയതില് ഏറ്റവും മോസ്റ്റ് മെമ്മറബിൾ ആയിട്ട് മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ടും അന്നത്തെ ആ ഒരു ജഡ്ജസിനെ കമന്റ് ഒക്കെ ചെയ്തായിരുന്നു? അത് കല്യാണ സൗഗന്ധികം എന്നുള്ള സോങ് ആയിരുന്നു. എനിക്ക് എല്ലാ പാട്ടും, ഞാൻ പാടിയ എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളായിരുന്നു. ഇതിൽ കുറെയൊക്കെ എനിക്ക് നന്നാക്കാൻ പറ്റി. ചിലതൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ട കുറെ പാട്ടുകളുണ്ട്. അതില് കല്യാണ സൗഗന്ധികം എന്ന് പറയുന്നത് പാട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ പാടിയപ്പോ MG സാറ് കരയൊക്കെ ചെയ്തായിരുന്നു. ഓ, എന്തോ അല്ലെ, അതൊരു ഭയങ്കര മോസ്റ്റ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും അല്ലെ, ആ ഒരു സെറ്റിൽ വെച്ചിട്ട്. ആ പാട്ടിന്റെ ഒരു 2 വരി കൂടി പാടിത്തരുമോ? പാടാം. കല്യാണ സൗഗന്ധിക പൂങ്കാവനത്തിലൊരു കസ്തൂരി മാനിനെ കണ്ടു, കഞ്ചബാണന്റെ കളിത്തോഴിയാമൊരു കസ്തൂരി മാനിനെ കണ്ടു, കല്യാണ സൗഗന്ധിക പൂങ്കാവനത്തിലൊരു കസ്തൂരി മാനിനെ കണ്ടു. നമ്മുടെ ടോപ്പ് സിംഗർ വേദിയിൽ ഇങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ പാടുമ്പോൾ നിങ്ങൾക്ക് ഗ്രൂമിംഗ് സെഷൻസ് ഉണ്ടാവാറില്ലേ? അപ്പോ അതെങ്ങനെയാണ് നടക്കാറുള്ളത്? നിങ്ങൾ എല്ലാവരും ഇരുന്നിട്ടാണോ ആ ഒരു ഗ്രൂമിംഗ് സെഷൻ നടത്താറുള്ളത്? അല്ല, ഓരോരുത്തരായിട്ടായിരിക്കും. അത് നമ്മളെ ഒരാൾ കഴിയുമ്പോ അങ്ങനെ വിളിക്കും. അപ്പൊ ഗ്രൂമിങ്ങും പിന്നെ ഷൂട്ടിന്റെ തലേ ദിവസമായിട്ട് ഓർക്കസ്ട്ര ഒക്കെ നോക്കാറാണ്. പിന്നെ കോറസ് ഒക്കെ കൂടെ പഠിക്കുന്ന ചില സമയത്ത് ഞങ്ങളെ എല്ലാവരും കൂടി ഇരുത്തിയിട്ട് പഠിപ്പിക്കാറ്. ഓക്കെ. മധു സാറും MG സാറിനെയൊക്കെ ലൈഫിൽ ഇങ്ങനെ റിയൽ ആയിട്ട് നമ്മൾ കാണുകയാണ്. അവരിൽ നിന്ന് നമ്മുടെ പാട്ടിൽ ഒരുപാട് കറക്ഷൻസും കാര്യങ്ങളും നമ്മളിങ്ങനെ ഗൈഡ് ചെയ്യാണ്, ഇത്രയും ലെജൻഡ്സ് ആയിട്ടുള്ള സിംഗേഴ്സ്. അപ്പോ കുഞ്ഞിന് എന്താണ് തോന്നാറുള്ളത് അവരോട് സംസാരിക്കുന്ന സമയത്തൊക്കെ? ഞാന് സാറിന്റെ ഒക്കെ പാട്ട് ടിവിയിലും ഫോണിലും ഒക്കെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ MG സാറിനെയും മധു സാറിനെയും അതുപോലെ ബിന്നി മാം, കുറെ ജഡ്ജസിനെ എല്ലാവരെയും എനിക്ക് നേരിട്ട് കണ്ടപ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കാണാൻ പറ്റുമെന്ന്. ഇപ്പൊ ജഡ്ജസും ഒക്കെ ആയിട്ട് ഭയങ്കര എപ്പോഴും കാണും, ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാരും. MG സാറ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഓക്കെ. കുറെ നമുക്ക് സ്റ്റൈലുകൾ ഉണ്ട് പാട്ടില്. ക്ലാസിക്കൽ ഉണ്ട്, മെലഡി ഉണ്ട്, ഫാസ്റ്റ് നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ നിവേദ്യ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്റ്റൈൽ ഏതാണ്? എനിക്ക് മെലഡീസ് ആണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ. ആരുടെ പാട്ടുകളാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്? ചിത്രാമ്മയുടെ പാട്ട് തന്നെ. പിന്നെ എനിക്ക് സിത്താര ശിവന്, പിന്നെ എനിക്ക് ഷക്കീലാമ്മയുടെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അതിലിപ്പം പെട്ടെന്ന് ഒരാളുടെ പാട്ട് പാടാൻ പറഞ്ഞ ആരുടെ പാട്ട് ചൂസ് ചെയ്യും? ചിത്രാമ്മയുടെ പാട്ട്. ഓക്കെ, ഒരു പാട്ട് പാടിക്കോളൂ ചിത്രാമ്മയുടെ. പാട്ട് ഓഡീഷന് പാടിയ പാട്ടാണല്ലേ? ആദ്യം അവിടെ പാടിയ പാട്ടാണല്ലേ? ആദ്യം എന്റെ ഫസ്റ്റ് സോങ് ആയിരുന്നു. സെലക്ട് ആയതിനു ശേഷം ഞാൻ ഫസ്റ്റ് ടോപ്പ് സിംഗറിൽ പാടിയ കോമ്പറ്റീഷൻ പാടിയ പാട്ടാണ് ഇത്. യെസ്, ഞാൻ അതിന്റെ വീഡിയോ കണ്ടിരുന്നു. ശരത് സാറിന്റെ മുന്നില് ഈ ഒരു പാട്ട് പാടിയപ്പോ എന്തായിരുന്നു നിവേദ്യ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നത്? ശരത് സാറ്
ജഡ്ജ് പറയുന്ന സമയത്ത്, ജഡ്ജായിട്ടിരിക്കുന്ന ആ ഒരു ഫ്ലോറിലിരിക്കുന്ന സമയത്ത് നമ്മുടെ പാട്ടിനെ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ. പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലിയാ സാറ്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര കൂട്ടാണ് നമ്മളെല്ലാരുമായിട്ട്, കൊച്ചു കുട്ടികളെ പോലെ. ശരത് സാറിന്റെ മുന്നിൽ പാട്ട് പാടാന്ന് പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ? അപ്പൊ നിങ്ങളുടെ ഗ്രൂമിംഗ് സെക്ഷന്റെ സമയത്തൊക്കെ ഈ ടെൻഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാറുണ്ടോ കുട്ടികളെ എല്ലാരെയും? അങ്ങനെയല്ല, എനിക്കായിരുന്നു സത്യത്തിൽ ആ സീസണിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നത്. എന്നോട് എല്ലാരും പറയും എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, നന്നായിട്ട് പാട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാരും കൂളാക്കാറുണ്ട്. ഇപ്പൊ ഈ ഒരു ടോപ്പ് സിംഗർ വേദിയിൽ നിന്ന് നിവേദ്യ കുട്ടിക്ക് പഠിക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു വലിയ ലെസൺ എന്താണ്? എനിക്ക് പഴയതിനേക്കാളും എന്റെ പാട്ട് കുറെ കൂടെ എനിക്ക് നന്നാക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം എനിക്ക് പണ്ട് ഞാൻ അവിടെ സീസണിൽ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ പാടിക്കൊണ്ടിരുന്ന കുറെ പാട്ടുകൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കത് പാടുമ്പോ അന്നേരം ഉണ്ടായിരുന്ന അത്രയും ടഫൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അത്യാവശ്യം അത് പ്രത്യേകിച്ച് ഗ്രൂമേഴ്സ് അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ, അങ്ങനെ ഗ്രൂമേഴ്സ് അത് ഭയങ്കര ഒരു കാര്യമാണ്. എനിക്ക് ആ ഒരു പാട്ട് നന്നാക്കാൻ ഉള്ളതിൽ ഒരു കാരണമാണ്. പിന്നെ ജഡ്ജസ് പറയുന്ന ഓരോ മിസ്റ്റേക്കുകൾ ശരിയാക്കി അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോവാണല്ലേ? ഇപ്പൊ ലൈഫിൽ ഒരു ചാൻസ് കിട്ടുവാണ് ഒരു സിംഗറിന്റെ കൂടെ ഡ്യുവറ്റ് പാടാനായിട്ട് പറ്റും എന്നുള്ളത്. അപ്പം ആരുടെ കൂടെ പാടണമെന്നാണ് ഏറ്റവും ആഗ്രഹം? അങ്ങനെയല്ല, എനിക്ക് എല്ലാ സിംഗേഴ്സിനും ഇഷ്ടമാണ്. കുറെ സിംഗേഴ്സ് ഉണ്ട് ഇഷ്ടമല്ല. അപ്പൊ മധുസാറിനെ ഒക്കെ ഇഷ്ടമാണ്. മധുസാറ്, എം പി സാറ്, ശരത് സാർ, എല്ലാരും ഇഷ്ടമാണ്. എല്ലാവരുടെയും കൂടെ പാട്ട് പാടണം അല്ലേ? ഓക്കെ, മധുസാറിന്റെ കൂടെയുള്ള ഒരു സ്വീറ്റ് മെമ്മറി എന്താ എപ്പോഴും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു മെമ്മറി? എന്റെ ബർത്ത്ഡേക്ക് മധുസാർ എനിക്ക് പാട്ടൊക്കെ പാടി തന്നായിരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മധുസാറിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോ എന്നെ വിഷ് ചെയ്ത് എനിക്ക് പാട്ടൊക്കെ പാടി തന്നായിരുന്നു. ഓ, അടിപൊളി അടിപൊളി. ഒപ്പം തന്നെ ലാലേട്ടന്റെ കൂടെ ഒരു ഉണ്ണിമധുര കഥ ഉണ്ടല്ലോ. അത് എനിക്ക് ലാലേട്ടൻ എന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ലാലേട്ടൻ. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഫൈനലിൽ എനിക്ക് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ടോപ്പ് 10 കഴിഞ്ഞപ്പോ ഞാൻ ഔട്ട് ആയായിരുന്നു. അപ്പം ആ സമയത്ത് ലാലേട്ടൻ ഫൈനലിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സത്യത്തിൽ അതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അവിടെ ഓണം പ്രോഗ്രാം വേണ്ടി കുറച്ച് കുക്കിംഗ് ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പം അതിൽ എന്നെയും വിളിച്ചു. ഞങ്ങളെല്ലാരും കൂടെ, ഞങ്ങളൊരു 5 കുട്ടികളുണ്ടായിരുന്നു, ഞങ്ങളെല്ലാരെയും വിളിച്ചപ്പം അവിടെ ലാലേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ സത്യത്തെ ആദ്യം വിചാരിച്ചത് ഡ്യൂപ്പ് വല്ല ആയിരിക്കും. ഞങ്ങൾ ചോദിക്കുക ശരിക്കുള്ള ലാലേട്ടൻ തന്നെയാണോ, ശരിക്കുള്ള ലാലേട്ടൻ തന്നെയായിരുന്നു. അപ്പം അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ ലാലേട്ടനോട് പറഞ്ഞ് ഉണ്ണിമധുരം ഉണ്ടാക്കി തന്ന് ഉണ്ണിമധുരം കഴിപ്പിക്കുകയൊക്കെ ചെയ്തു അല്ലേ ലാലേട്ടൻ? കഴിപ്പിക്കുകയൊക്കെ ചെയ്തു. എന്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അടിപൊളി ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു മെമ്മറി ഇത്. ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു പാട്ട് ഏതാണ് ടോപ്പ് സിംഗർ വേദിയിൽ പാടിയിട്ടുള്ള? അങ്ങനെ വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള സോങ് ഞാൻ പാടിയില്ല. ഞാന് ഫസ്റ്റ് ഫൈനലിലേക്കായിരുന്നു കുറെ ചലഞ്ച് ആയിട്ടുള്ള സോങ് വന്നേ. ഫൈനലില് ഫസ്റ്റ് പാട്ട് മാത്രമേ ഞാൻ പാടിയുള്ളായിരുന്നു. ബാക്കി പാട്ടൊന്നും ഞാൻ പാടിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഈ ഒരു പാട്ട് ചൂസ് ചെയ്യുന്നത്? ഇന്ന ഫ്ലോറിൽ ഇന്ന റൗണ്ടിൽ ഇന്ന പാട്ട് പാടാം എന്നുള്ളതൊക്കെ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? തനിയാണോ അതോ അമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ് ഒക്കെ? അത് ഇപ്പം ദേവരാജ മാസ്റ്റർ റൗണ്ട് എന്ന് പറയുമ്പോ നമ്മള് ദേവരാജ മാസ്റ്ററിന്റെ സോങ്സ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കും. അപ്പൊ അതില് അവര് ഒരെണ്ണം സെലക്ട് ചെയ്ത് നമുക്ക് ഇട്ട് തരും. അമ്മയാണ് പാട്ടൊക്കെ സെലക്ട് ചെയ്ത് ഇട്ട് കൊടുക്കാറ്. ഓക്കെ, അപ്പം പാട്ട് പഠിക്കുമ്പോ കൂടെ ഇരുന്ന് അമ്മയും പാട്ടൊക്കെ പാടാറുണ്ടോ? അങ്ങനെയില്ല, അമ്മ വന്നിരിക്കും, സൈഡിൽ നിന്ന് ഇരിക്കുന്നത് കാണും, ക്ലാസ് കാണും, പാടുന്നൊക്കെ കേൾക്കാനിരിക്കും. ഓക്കെ, അപ്പൊ വീട്ടിൽ ഇത്രയും സിംഗേഴ്സ് ഒക്കെ ഉള്ള സ്ഥിതിക്ക് വീട്ടിലിരുന്ന് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷോ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ജഡ്ജ്മെന്റ് നടത്താറില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇംപ്രൂവ് ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞു തരാറുള്ള ഒരാളാരാണ്? എല്ലാവരും പറയും. പിന്നെ പ്രത്യേകിച്ച് ചേട്ടൻ അങ്ങനെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, നിനക്ക് അങ്ങനെ പാടിക്കൂടായിരുന്നു, നീ അങ്ങനെ പാടണം, അങ്ങനെ പഠിക്കണം എന്നൊക്കെ പറയും. ആദ്യമായിട്ട് പെർഫോം ചെയ്ത സ്റ്റേജ് ഏതാണ് നിവേദ്യ കുട്ടിയുടെ ലൈഫില്? ഞാൻ ആദ്യമായിട്ട് എനിക്ക് അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ പാടുമായിരുന്നു ഞാൻ. പിന്നെ ആദ്യമായിട്ടൊരു ഒരു ചാനലിൽ ഇങ്ങനെ ഒരു കോമ്പറ്റീഷന് പോകുന്നത് അത് ആദ്യമായിട്ട് ടോപ്പ് സിംഗറിലാണ് ആദ്യമായിട്ട്. ടോപ്പ് സിംഗറിലേക്കൊക്കെ ചെന്ന ഒരു ചെറിയ കുട്ടി സെലിബ്രിറ്റി ലെവലിലേക്കൊക്കെ എത്തിയപ്പോഴത്തേക്കും സ്കൂളിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ? ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോ എന്നെ എല്ലാരും എന്തോ ഭയങ്കര ഇതായിട്ടാ കാണുന്നത്. ആ ഒരു ടൈമിലൊക്കെ എല്ലാരും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക, ക്ലാസ്സിൽ പാടിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. കൂട്ടുകാരൊക്കെ ഇരിക്കുമ്പോ ഒരു പാട്ട് പാടി തരുമെന്നൊക്കെ ചോദിക്കായിരുന്നു. അങ്ങനെ കൂട്ടുകാർക്ക് പാടി കൊടുക്കാറുള്ള ഒരു പാട്ട് ഏതാണ്? എല്ലാരും എന്നോട് ചോദിക്കുന്നു, ഇപ്പൊ ഇറങ്ങി കണ്ണോട് കണ്ണായിടാന്നുള്ള സോങ്. ഓക്കെ, എന്തായാലും ആ ഒരു പാട്ട് രണ്ടുപേരും കേൾക്കാം. കണ്ണോട് കണ്ണായിടാ നീയോട് മെയ്യായിടാ
കാതോരം പാടിയോ അനുരാഗം തേടിയോ മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നോ നാം കണ്ടതല്ലേ കണ്ണോട് കണ്ണായിടാ മെയ്യോട് മെയ്യായിടാ. ആഹാ, അടിപൊളിയായിട്ടുണ്ട്. ഇനി സ്കൂളിലെ കുറച്ച് വിശേഷങ്ങളിലേക്കൊക്കെ വരാം. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാണ്? ഇപ്പം ഫിസിക്സ്. ഫിസിക്സ്? വൈ ഫിസിക്സ്? അത് ഞാന് സ്കൂളിൽ പോകുന്ന ടൈമില് ഇപ്പം ഷൂട്ടിനൊക്കെ സീനിയേഴ്സ് ആയിട്ട് പോകുന്ന ടൈമില് ബയോളജി പഠിപ്പിക്കുമ്പോ ഞാൻ കൂടുതലും സ്കൂളിൽ കാണാറില്ല. അപ്പൊ എനിക്ക് ബയോളജി എല്ലാവർക്കും ഈസി ആയിട്ട് തോന്നുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ളത് എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി. പിന്നെ കെമിസ്ട്രിയും ഫിസിക്സും പഠിപ്പിക്കുമ്പോ ഞാൻ കൂടുതൽ ക്ലാസ്സിൽ തന്നെ കാണും. സാർ എപ്പോഴും വരും, എപ്പോഴും നന്നായിട്ട് പഠിപ്പിക്കും. അതുകൊണ്ട് എനിക്കത് കൂടുതൽ അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫിസിക്സിലും കെമിസ്ട്രിയിലുമാണ് എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് നമ്മൾ ഒരുപാട് വിട്ടു നിൽക്കുന്നുണ്ട്, ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം ബാക്ക് ടു സ്കൂളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനും എക്സ്ട്രാ ക്ലാസ് എടുത്ത് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എന്നോട് പറയാറുണ്ട്, ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, എന്തായാലും പറഞ്ഞുതരാം. പിന്നെ ഷൂട്ടിന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാലും എതിർത്ത് അങ്ങനെയൊന്നുമില്ല, എല്ലാരും ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ചെറിയൊരു ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ. ഭയങ്കര ഇഷ്ടത്തോടു കൂടി പഠിച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ പാട്ട് ഏതാണ്? ശ്രാവണചന്ദ്രിക എന്ന് പറയുന്ന സോങ്. ഓക്കെ, രണ്ടുപേരും പാടുവോ? പാടാം. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. അടിപൊളി. എവിടെ പോയാലും പാടുന്നൊരു പാട്ടാണ്. ഒരു മാമനെന്നെ കളിയാക്കും എന്റെ ദേശീയ ഗാനം എന്ന് പറഞ്ഞിട്ട്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു പാട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു പാട്ട് പാടിയത്. എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, യുവർ ഹാപ്പി സോങ്. ഭയങ്കര സന്തോഷം വരുമ്പോൾ നമ്മൾ എപ്പോഴും പാടാറില്ല, അല്ലെങ്കിൽ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പാട്ടുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? അങ്ങനെ ചോദിച്ചാ വേറെ അങ്ങനെ പ്രത്യേകിച്ച് അല്ല. എനിക്കിപ്പോ ഫേവറേറ്റ് എന്ന് പറയാനും ഒരു പാട്ടില്ല. പക്ഷേ എനിക്ക് കുറെ പാട്ടുകൾ ഇഷ്ടമുണ്ട്. അങ്ങനെ ഇവര് ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും ഞാൻ പല പാട്ടുകൾ ഇങ്ങനെ പാടും. ഞാൻ കാട്ടിലെ മൈനെ ആ സോങ് എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, എന്നാ രണ്ടുപേരും പാടിക്കോ. കാട്ടിലെ മൈനെ പാട്ട് പഠിപ്പിച്ചതാരു കുളിർ കാറ്റു കാറ്റിന്റെ താളത്തിലാടുന്ന പൊന്മുളം കാടും മലർമേടു അലമാലയായിരം മയിലാടിടുന്ന പോൽ ഇളകും കടലോ ഇനിയാരും കാറ്റിലെ മൈനെ പാട്ടു പഠിപ്പിച്ചതാരും കുളിർ കാറ്റു കാറ്റിന്റെ താളത്തിലാടുന്ന പൊന്മുളം കാടോ മലർമേടോ. ഇപ്പൊ നമുക്കറിയാം ടോപ്പ് സിംഗറിൽ പല ജഡ്ജിമാർ ഇങ്ങനെ മാറി മാറി വന്നു പോയിട്ടുണ്ട്. അപ്പൊ അവര് കുറെ കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതില് മനസ്സിൽ ഏറ്റവും തങ്ങി നിൽക്കുന്ന ഒരു കമന്റ് ഏതാണ്? പൊന്നരിവാൾ എന്ന് പറയുന്ന സോങ് ഉണ്ട്. പിന്നെ പരിമലശ്ശേരി എന്ന് പറയുന്ന സോങ്ങിനായിരുന്നു എനിക്ക് ഫസ്റ്റ് 100 കിട്ടുന്നത് ടോപ്പ് സിംഗറില്. അപ്പൊ അത് നല്ലൊരു എന്താ പറയുക കമന്റ്സ് ആയിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ ലൈഫിലെ ഒരു സിംഗറിനെ റിയൽ ആയിട്ട് മീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിംഗർ ആരാണ് ഇനിയുള്ളത്? ചിത്രാമ്മനെ കാണണം അല്ലേ? അങ്ങനെ ചിത്രാമ്മനെ നേരിട്ട് കാണുവാണെങ്കിൽ ചിത്രാമ്മയ്ക്ക് ഒരു പാട്ട് പാടി കൊടുക്കാം എന്ന് വിചാരിച്ചാൽ ഏത് പാട്ട് പാടി കൊടുക്കും? അറിയാതെ ഞാൻ പാടിയ ആ പാട്ട് തന്നെ. എനിക്ക് കുറെ പാട്ടുകളുണ്ട്. ഞാൻ പിന്നെ ആദ്യമായി ടോപ്പ് സിംഗറിൽ പാടിയ ഒരു പാട്ട് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അതുപോലെ ഒരു സിംഗറായിട്ട് വോയിസ് സ്വാപ്പ് ചെയ്യാനായിട്ട്, വോയിസ് മാറ്റാനായിട്ട് ഒരു അവസരം കിട്ടുവാന്ന് വിചാരിക്കും. ആ സിംഗറിന്റെ വോയിസ് മേടിക്കാൻ പറ്റും. ആ ഒരു സിംഗർ ആരായിരിക്കും? അതും ചിത്രാമ്മ. എല്ലാവരുടെയും ഫസ്റ്റ് ഓപ്ഷൻ അതാണ്. ഓക്കെ, ചിത്രാമ്മയുടെ സൗണ്ട് തന്നെ മതി എന്നല്ലേ?
നിവേദ്യ കുട്ടീനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരു പാട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പാട്ടുണ്ടോ, തോന്നിയിട്ടുണ്ടോ ഈ പാട്ടായിട്ട് ഞാൻ ഭയങ്കര കണക്റ്റഡ് ആണ്? അങ്ങനെ അതെനിക്ക് ഈ ശ്രാവണേന്ദ്രികല്ലേ എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുള്ളത്. ശ്രാവണേന്ദ്രിക ഞാൻ എവിടെ പോയാലും മിക്കവാറും പാടാറുള്ള ആ പാട്ട്. അതിനൊക്കെ എന്റെ ദേശീയ ഗാനം എന്നൊക്കെ പറഞ്ഞിട്ട്. ദേശീയ ഗാനമാണ്. അപ്പൊ ദേശീയ ഗാനം തന്നെയായിരിക്കും എപ്പോഴും നമ്മുടെ നിവേദ്യ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. നിവേദ്യ കുട്ടി അല്ല, കുഞ്ഞാറ്റ അല്ലേ? എല്ലാവരുടെയും കുഞ്ഞാറ്റയാണ്. ഓക്കെ, അപ്പൊ കുഞ്ഞാറ്റ നമ്മളെല്ലാരും കുറെ നേരമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന കുട്ടി സിംഗേഴ്സ് ഒക്കെ ഉണ്ട്, വളർന്നു വരുന്ന നിവേദ്യ കുട്ടീനെയൊക്കെ ഭയങ്കര ഫാനായിട്ട് കാണുന്ന കുട്ടി സിംഗേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കുട്ടി മെസ്സേജ് എന്തായിരിക്കും? ഇപ്പൊ നമുക്ക് പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് പഠിക്കണം. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാല് അത് പഠിക്കണം. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം. ഞാൻ ഡാൻസും പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതലും പാട്ടിനോടൊരു ഇഷ്ടവും എനിക്ക് ഡാൻസിനേക്കാൾ കൂടുതൽ പാട്ടാണ് നല്ലത്. മീൻസ് പാട്ടാണ് എനിക്ക് കൂടുതൽ പറ്റുന്നതെന്ന് തോന്നിയിട്ട് ഞാൻ പാട്ട് തന്നെ പഠിക്കുന്നത്. ഞാൻ ചെറുപ്പത്തിൽ ഒരു 3.5 വയസ്സ് മുതൽ ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അത് ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്തായാലും അത് പഠിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നിവേദ്യ കുട്ടിയോട് സംസാരിക്കാൻ പറ്റിയതിലും. ഭയങ്കര രസമായിരുന്നു കുഞ്ഞാറ്റയുടെ അടുത്ത് പിണ്ടിക്കൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരുടെയും കുഞ്ഞാറ്റയായിട്ട് പാറി പറന്ന് ഇനിയും ഒരുപാട് പാട്ടുകളൊക്കെ പാടി നമ്മളെ രസിപ്പിക്കാനായിട്ട് പറ്റട്ടെ. ഇനിയും ഒരുപാട് സ്റ്റേജുകളൊക്കെ കുഞ്ഞാറ്റയ്ക്ക് കിട്ടട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90-ൽ. കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.